നമസ്കാരം. കണ്ണൂരുകാരിയെ അവളുടെ പേര് തസ്ലീമ സുൽത്താന എന്നാണ്. വയസ്സ് 41. അവൾ പക്ഷേ പുറം ലോകത്ത് അറിയപ്പെടുന്നത് ക്രിസ്റ്റീന എന്ന പേരിലാണ്. ക്രിസ്റ്റീന എന്ന് വിളിച്ചാൽ മാത്രമേ തസ്ലീമയെ എല്ലാവർക്കും അറിയാൻ കഴിയൂ. തസ്ലീമയുടെ സ്ഥിര താമസം ചെന്നൈയിലാണ്. ചെന്നൈയിൽ തസ്ലീമ താമസിക്കുന്നത് ഭർത്താവിനും മക്കൾക്കുമൊപ്പം. സിനിമയുടെ തിരക്കഥാ വിവർത്തകയാണെന്നും അവൾക്ക് സിനിമാ ലോകത്ത് വലിയ പിടിയാണെന്നും ഭർത്താവിനും മക്കൾക്കും അറിയാം. അവൾ ചെന്നൈയിൽ ആഡംബര ജീവിതം നയിക്കുന്നു. ഭർത്താവിനും മക്കൾക്കുമൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പലപ്പോഴും കേരളത്തിലെ പല വലിയ റിസോർട്ടുകളിൽ അവൾ പോയി തിരക്കഥയുമായി ബന്ധപ്പെട്ട് താമസിക്കാറുണ്ട്. മിക്കപ്പോഴും അവളോടൊപ്പം ഭർത്താവും മക്കളും വരും. ആഡംബര റിസോർട്ടിൽ അവർ താമസിക്കും. തൻ്റെ ഭാര്യ അതിമിടുക്കിയായ തിരക്കഥാ വിവർത്തകയാണല്ലോ എന്നോർത്ത് ഭർത്താവും ഉമ്മയെ ഓർത്ത് മക്കളും അഭിമാനിക്കും. എന്നാൽ ഇങ്ങനെ ഒരു തിരക്കഥാ വിവർത്തനത്തിന് വേണ്ടി ആലപ്പുഴ മാരാരിക്കുളത്തെ പ്രസിദ്ധമായ ഒരു റിസോർട്ടിലേക്ക് തസ്ലീമ കുടുംബസമേതം എത്തുകയാണ്. അതിനു മുമ്പ് എക്സൈസ് സംഘത്തിന് ചില വിവരങ്ങൾ ലഭിച്ചു. അവർ റിസോർട്ടിലെത്തി ഒരു പരിശോധന നടത്തി. കാര്യമായി ഒന്നും കണ്ടെത്തിയില്ല. പക്ഷെ അപ്പോഴേക്കും അവർക്ക് അടുത്ത വിവരം കിട്ടി. അവിടെ തന്നെ കാത്തു നിൽക്കൂ, തസ്ലീമയും കുടുംബവും എത്തുന്നുണ്ട് ലഹരിയുമായി. അങ്ങനെ എക്സൈസ് സംഘം അവിടെ കാത്തിരിക്കുമ്പോൾ തസ്ലീമ ആഡംബര വാഹനത്തിൽ വന്നിറങ്ങുന്നു. തസ്ലീമയെ കൈയോടെ പൊക്കുന്നു. കൂടെ ഫിറോസ് എന്നു പേരുള്ള ആലപ്പുഴ മണ്ണഞ്ചേരിക്കാരനായ 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനുമുണ്ട്. തസ്ലീമയ്ക്കും ഫിറോസിനും ഒരു കൂസലുമില്ല. ഒന്നും സംഭവിക്കാത്തതുപോലെ രണ്ടുപേരും നിൽക്കുന്നു. ഭർത്താവും മക്കളും ഞെട്ടിവിറച്ച് നിൽക്കുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നിനെക്കുറിച്ചും ഒരു ധാരണയുമില്ല. അവർ നിഷ്കളങ്കരാണ് എന്ന് തിരിച്ചറിഞ്ഞ് പോലീസ് അവരെ വിട്ടയച്ചു. തസ്ലീമയെയും ഫിറോസിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. തസ്ലീമയുടെ കയ്യിൽ നിന്നും ലഭിച്ചത് ഏതാണ്ട് 1.5-2 കോടി രൂപ വിലയുള്ള ഹൈബ്രിഡ് കഞ്ചാവാണ്. ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വീര്യമേറിയ കഞ്ചാവും ആഫ്രിക്കയിലെ കഞ്ചാവും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുണ്ടാക്കിയ ഹൈബ്രിഡ് ഇനമാണ്. ഇത് പ്രത്യേകം പരിശീലനം സിദ്ധിച്ചവർ വളർത്തിയെടുത്തതാണ്. അടച്ചിട്ട മുറിയിൽ പ്രത്യേകതരം വളം കൊടുത്ത് വളർത്തിയെടുക്കേണ്ടതാണ്, ചൂടും മഴയും കൊള്ളിക്കാതെ. അങ്ങനെ വളർത്തിയെടുക്കുന്ന ഈ കഞ്ചാവിന് അതിശക്തമായ ലഹരി സാന്നിധ്യമാണ്. സാധാരണ ഒരു കഞ്ചാവിൻ്റെ 10 ഇരട്ടി ലഹരി സാന്നിധ്യം. MDMA പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് തുല്യമാണ് ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ വീര്യം. തസ്ലീമയുടെ ഫോൺ എടുത്ത് പരിശോധിച്ച എക്സൈസ് ഒരു കാര്യം കണ്ട് ഞെട്ടി. അനേകം സിനിമാ താരങ്ങളുമായി ചാറ്റ് ചെയ്യുന്നു. പലരുടെയും ഫോൺ വിശദാംശങ്ങൾ ലഭ്യമാണ്. ഇങ്ങനെ തസ്ലീമയ്ക്ക് ബന്ധമുള്ള മിക്ക സിനിമക്കാരും ലഹരി ഉപയോഗത്തിൽ കുപ്രസിദ്ധി നേടിയവരാണ്. അവരുടെ മേൽ ഇതിനു മുമ്പ് കേസുണ്ടായിട്ടുണ്ട്. എന്നാൽ കേസൊക്കെ പോലീസ് ഒരു വിധത്തിൽ ഊരിക്കൊടുത്തു. ഇപ്പോൾ പറയുന്ന ഈ സിനിമാക്കാർക്കൊക്കെ തന്നെ ലഹരി കൊടുക്കാറുണ്ട് എന്ന് തസ്ലീമ സമ്മതിച്ചു എന്ന് എക്സൈസ് സംഘം പറയുന്നു. എന്നാൽ അത് ശരിയാണെന്ന് ഉറപ്പാക്കാത്തത് കൊണ്ട് ഏത് സിനിമക്കാർക്കൊക്കെയാണ് തസ്ലീമ ലഹരി കൊടുത്തത് എന്ന് ഇപ്പോഴും എക്സൈസ് സംഘം പുറത്തു പറഞ്ഞിട്ടില്ല. അതേക്കുറിച്ച് അന്വേഷിക്കുകയാണ്. സിനിമക്കാരുടെ വിശദാംശങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് അവരെ പ്രതി ചേർക്കണമെങ്കിൽ ചേർക്കുമെന്ന് എക്സൈസ് സംഘം പറയുന്നു. പക്ഷെ വിശ്വസിക്കേണ്ടതില്ല. പല സിനിമക്കാരെയും ഇതിനു മുൻപ് ലഹരിയോടെ പോലീസും എക്സൈസും ഒക്കെ പിടികൂടിയിട്ടുണ്ട്. അവരുടെയൊക്കെ കയ്യിൽ ലഹരിയുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോയെ ലഹരിയോടെ പിടികൂടിയതിൻ്റെ വലിയ വാർത്തകൾ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഒടുവിൽ ഈ കേസിലെല്ലാം ഇവരെയൊക്കെ വെറുതെ വിടുകയായിരുന്നു. ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഷെയ്ൻ നിഗവുമൊക്കെ ലഹരിക്കടിമകളാണ്. സിനിമയുടെ സൈറ്റിൽ ലഹരി കച്ചവടമുണ്ട് എന്ന് സിനിമാ നിർമ്മാതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവരിൽ പലരുടെയും പെരുമാറ്റവും വർത്തമാനവും ലഹരിക്ക് അടിമകളായി സംസാരിക്കുന്നു എന്ന് വ്യക്തവുമാണ്. ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് ലഹരി പിടിച്ചിട്ടും ഇവർക്കെതിരെ കേസെടുത്തിട്ടും വേണ്ടത്ര തെളിവ് കൊടുക്കുകയോ വേണ്ടതുപോലെ അന്വേഷിക്കുകയോ ഈ ലഹരിയൊക്കെ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് പരിശോധിക്കുകയോ ചെയ്യാതെ എക്സൈസും പോലീസും ഇവരെ സഹായിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് കോടതിയിൽ തെളിവുകളുടെ അഭാവത്തിൽ ഇവരെയൊക്കെ വെറുതെ വിടുന്നത്. ഇത്തരക്കാർ അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം ലഹരി കച്ചവടം നടത്തുന്നു. ലഹരിയുടെ ഏജന്റുമാർ തിരക്കഥാകൃത്തുകളായും തിരക്കഥാ വിവർത്തകരായും ഭർത്താവിനെയും മക്കളെയും പോലും മറയാക്കി ലഹരി കച്ചവടം നടത്തി വാഴുന്നു. അവരുടെ യഥാർത്ഥ പേര് മാറ്റി തെറ്റിദ്ധാരണാജനകമായ പേര് കൊടുക്കുന്നു. ഇവരെയൊക്കെ പിടികൂടുക മാത്രമല്ല, ലഹരിയുടെ വേരുകൾ എവിടെ വരെ പോയിട്ടുണ്ട് എന്ന് കണ്ടെത്തി ശിക്ഷിക്കാതെ ഈ നാട് രക്ഷപ്പെടുകയില്ല. എന്നിട്ട് ഇവരൊക്കെ ലഹരിക്കെതിരെ പ്രസംഗിക്കുകയും ഇവരൊക്കെ നമ്മുടെ റോൾ മോഡലുകളായി മാറുകയും ചെയ്യുന്നു. എമ്പുരാൻ വിവാദം തുടരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ലഹരിയും കൊലയും കൊലപാതകവും പ്രതികാരവും സാത്താൻ സേവയും ഒക്കെയാണ് എമ്പുരാന്റെ പ്രമേയം എന്നോർക്കണം. പ്രതികാരം ചെയ്യുന്നവനാണ് ആണ് എന്ന ഒരു സന്ദേശമാണ് ഇതിലെ മോഹൻലാൽ കഥാപാത്രവും
പൃഥ്വിരാജ് കഥാപാത്രവും കൊടുക്കുന്നത്. ഇവരെയൊക്കെ ആരാധിക്കുന്ന സാധാരണ മനുഷ്യർ പുതുതലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അത് തന്നെയാണ് ലഹരിക്കടിമയായ ഇവരും ചെയ്യുന്നത്. തസ്ലീമ സുൽത്താനമാർ നമ്മുടെ ചുറ്റിനും ഇങ്ങനെ ലഹരി കച്ചവടക്കാരായി വാഴുന്നെങ്കിൽ അവരുടെയൊക്കെ പിൻബലം സിനിമാ മേഖലയിലെ പ്രമുഖരാണ്. അവരെയൊക്കെ സഹായിക്കുന്ന രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും തന്നെയാണ് ഈ നാടിനെ ലഹരിയിൽ മുക്കിക്കൊല്ലുന്നതിൻ്റെ ഉത്തരവാദികൾ.